ചന്ദ്രശേഖര അമ്പരം നോക്കുകയായിരുന്നു. തന്റെ പ്രേമത്തിന്റെ അന്ത്യത്തെപ്പറ്റി, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകളെ പറ്റി. ഇതാ ശരിയായിട്ടുണ്ട് സാർ. ഹലോ, കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇതാ പോലീസ് സ്റ്റേഷനോ? തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ? അപ്പൊ കണ്ണൂരും അല്ലേ? എന്താണോ ഇത്? STD വിളിച്ചിട്ട് ലോക്കലാണല്ലോ കിട്ടുന്നത്. ഞാനൊന്ന് എക്സെഞ്ചിലോട്ട് വിളിച്ചു ചോദിക്കാം സാർ. മലയെ 4 മണിക്ക് യാത്ര സ്റ്റേഷനിൽ ഹലോ, ആ എക്സെഞ്ച് അല്ലേ? എന്തായി? മൃഗാശുപത്രിയാണ് സാർ. തനിക്കും കൂടെ എവിടെ കാണുമ്പോ കിടക്കാൻ പറ്റായിരുന്നു? എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത്? എന്റെ ദൈവമേ, മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ. ആ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാം. ഹലോ 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 ഹലോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് CM-ന്റെ വീട്ടിൽ നിന്നാണ്. അയ്യോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ല, ഇത് CM-ന്റെ വീടാ. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തന്റേത്? കണ്ണൂർ വിളിച്ചാൽ തമ്പാനൂര് കിട്ടും, എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും, ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ ഫോണിൽ കിട്ടും, ആ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ ഫോണിൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ മിണ്ടരുത്. എനിക്ക് 1 മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡിയാക്കി തരണം. ഓ, ആലീസിന്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. ഐസ് പ്ലാന്റ്. എടോ, തന്നോട് ഫോൺ. എന്തു വേണം? ഞാൻ IRMCയുടെ ചെയർമാനാണ്, RJ കൈമൾ. അതിന് CM വന്ന് ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഇന്നോ? അതെ. എന്താ? IRMC. IRMCയുടെ ചെയർമാൻ വന്നിരിക്കുന്നു, കൈമൾ സാർ. ഓ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആലീസിന്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. ഇൻഡിജിനസ് റിസോഴ്സസ് മൊബിലൈസേഷൻ കോർപ്പറേഷൻ പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം, അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അതെ സർ. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ സാർ? അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ, 2 PA, സെക്രട്ടറി, 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫ്. അവർക്കൊക്കെ ഒരു ജോലിയില്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ ധൂർത്ത്. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും 1 പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടെ ഉണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി. പേടിക്കണ്ട, പിരിച്ചുവിടലൊന്നുമല്ല. റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി സാർ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ്, റിലേറ്റീവ് ആണ്. കൈമൾ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചെന്നിരിക്കും. ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ. കോർപ്പറേഷൻ ഭരിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. നീ അടുക്കള ഭരിച്ചാൽ മതി, ഏറി വന്നാൽ ഈ ഡൈനിങ് ടേബിൾ വരെ. അതിന് ഞാൻ അതെ, ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഗോപിക്കുട്ടാ, എടോ ഗോപിക്കുട്ടാ, അയാൾ എന്തിനാ ഇവിടെ വന്നത്? ആരാ? ആ IRMC ചെയർമാൻ കൈമള്. ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലോ എന്നെ ഓഫീസിൽ വെച്ച് കണ്ടാൽ മതിയെന്ന്. ഇവിടെ ചോദിച്ചിട്ടാ വിട്ടത്. ശരി.
താൻ പോയിക്കോ. വത്സലേ, വത്സലേ. ആഹാ, അപ്പോഴത്തേക്കും അവൻ കരഞ്ഞു. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ മുഖവും കണ്ടുകൊണ്ട് പോയാൽ എന്റെ ഇന്നത്തെ ഒരു ജോലിയും നടക്കും. വാ, വല്ലെന്താ, എനിക്ക് പോകാൻ നേരമായി. മിനിസ്റ്റർ സ്ഥലത്തുണ്ട്. നാളെ കൊല്ലത്തേക്ക് പോകും. ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ ഇല്ലേ? ഉണ്ട്. ആ, പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMs ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ RJ കൈമൾ, എന്റെ ഒരു അകന്ന ബന്ധു, ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാത്തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായിക മേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക, ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക, അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA-മാർക്ക് ജോലിയില്ലാതാകും. ആ, ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളിമാരും പെടും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു. ഓൻ കള്ളനാ, പഠിച്ച കള്ളൻ. നമ്മളെ വീട്ടിന് ഹറാം പറഞ്ഞോൻ. അല്ല, 34 കോർപ്പറേഷൻ നിർത്താൻ ഇവൻ ആര്? ഓന്റെ ചെറ്റക്കുടിലെ താമസും പ്രോട്ടോകോളിനുള്ള കൊച്ചും ഒക്കെ പീസാ, വെറും പീസ്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളി. ഞാനും നിങ്ങളും 10 പൈസ സമ്പാദിക്കുന്നത് ഈ നാട്ടുകാർ മുഴുവനും അറിയും. ഓൻ സമ്പാദിക്കുന്ന മുഴുവനും സ്വിസ് ബാങ്കിൽ. ഇതിന് രാഷ്ട്രീയമായ പോംവഴികളൊന്നുമില്ലേ? വേണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മാറ്റിക്കൂടെ? നടക്കില്ല. അവനിന്ന് കരുത്തനാണ്. അവന് തെളിയിച്ചിട്ടുണ്ട്. ലക്ഷത്തിൽ ചിലവാന വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നവന്. ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA-ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. അങ്ങനെ ചുമ്മാ മാറ്റാൻ ജനങ്ങൾ സമ്മതിക്കില്ല, പാർട്ടിയെ സമ്മതിക്കില്ല. ഓൻ അങ്ങനെ സുൽത്താൻ ആണ്ടവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് നമ്മളും ജയിച്ചേ. നാണമാവില്ലേ 23 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയാൻ?
നിങ്ങൾക്ക് 3 പേർക്ക് കൂടെ എന്ത് കിട്ടി? 1000 1200. അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ള ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. 1.5 കോടി രൂപ കൈനീട്ടി വാങ്ങിയിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും ശ്രമിക്കണം. പറഞ്ഞത് ശരിയാ, അത് ഞങ്ങൾക്ക് എതിർപ്പില്ല. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊന്നും ഒരു വഴിയുമില്ലെങ്കിൽ പോംവഴി ഞാൻ ഉണ്ടാക്കാം. എന്തു വഴി? അവൻ ചാവണം, ആ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനൊരു തീരുമാനം പറയാം. അതെന്തായാലും ശരി, നമ്മളതിൽ ഉറച്ചു നിൽക്കണം. എങ്കിലേ പറയൂ. പറ. 2 ദിവസം കഴിയട്ടെ, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പറയാം. சரி, அப்படி ஒரு ஆள் இருக்கு. அவனை எப்படி காண்டாக்ட் பண்றதுன்னு எனக்கு தெரியாது. அதுமல்ல, நான் நாளை மலேசியாவுக்கு போறேன். தேவர், நீங்க எப்படியாவது என்ன ஹெல்ப் செய்யணும். அത്ര சீரியஸான விஷயம். ப்ளீஸ். சிஎம் என்ன பெரிய ரிஸ்கம்மா. அவன் பெரிய அமௌண்ட் கேட்பான். കൊടുക്കാൻ തേവരെ. തേവര അഡ്രസ് തന്നാ മതി, ഞാൻ പോയി കണ്ടോളാം. அட்ரஸ் கொடுக்க முடியாது. പിന്നെ എന്നാ ചെയ്യണം? வெயிட். அயோக்கிய பசங்க எப்ப பார்த்தாலும் இப்படிதான். நீ உட்காரு, நான் எப்ப வரேன். இதோ வந்துடுறேன். ஹலோ, இது மெட்ராஸ்ல முன்னாடி தேவர் பேசுறேன். ஆமையா, விஷம் உங்க போன் நம்பர் கொடுயா. அவர் என்ன காண்டாக்ட் பண்ணுவாரு. எப்படி, எங்க, என்னைக்கு? 2 நாளுக்குள்ள அவன் என்ன காண்டாக்ட் பண்ணுவாரு. இது நடக்குமா தேவர்? நீங்க மலேசியாக்கு போகும், பின்ன உங்களை கிடைக்காது. அவன் கண்டிப்பா கூப்பிடுமா? கவலைப்படாத விஷயம், நான் இருக்குல்ல. ഹലോ വിശ്വൻ. അതെ, ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ കാണാം? നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം. ആളെ എങ്ങനെ അറിയും? ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വിശ്വം, നിങ്ങൾ? അതെ, തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയോ? യേസ്. റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും. ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം, ഇതിൽ ബാർഗെയിനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം. That too in cash. എന്താ നിങ്ങളുടെ പേര്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം. മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്. തുറന്നു ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നു കളഞ്ഞാൽ? 1.5 കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളമല്ല. ഞാൻ ഇതിന്റെ ഇരട്ടി ചോദിച്ചാലും നിങ്ങൾ തരും. നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ബെറ്റർ യു ടേക്ക് ദ റിസ്ക്.
മിസ്റ്റർ ഗോമസ്, ഈ ഡീല് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും? വാട്ട്സ് യുവർ പ്ലാൻ? That is none of your business.